ഹായ്. അപ്പം നമ്മൾ ഇന്ന് വലിയ റിസ്ക് എടുക്കുകയാണ്. ടോബീനെ വയനാടേക്ക് കൊണ്ടുപോകും. ടോബി ഓൾറെഡി വയനാട് പോയിട്ടുണ്ട്. പക്ഷെ ഇത് 2 ദിവസത്തെ സ്റ്റേക്കാണ്. അതിനൊരു ഡോക്ടറെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളതുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ അച്ഛനൊന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അപ്പം 2 ദിവസം അഡ്വഞ്ചർ ആയിരിക്കും. അവിടുത്തെ പടയും ഇവനും തമ്മിൽ എങ്ങനെ സെറ്റാവുന്നൊന്നും അറിയത്തില്ല. അവരൊക്കെ നേരെ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ കണ്ടറിയാം. അതായത് അമ്മ മോനെ വയനാട് കൊണ്ടുപോകണം. ടോബു എവിടെ? ലീഷ എവിടെ? ലീഷ എവിടെ? പോണ്ടേ, കാറി കയറണ്ടേ? ലീഷ എവിടെ? ലീഷ് കണ്ടോ? അമ്പൻ എക്സൈറ്റഡ് ആണ് പുള്ളി. ലീഷ ഇട്ടോണ്ട് വരുന്നുണ്ട്. വന്നിട്ടാ നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അച്ഛനും അമ്മക്കൊക്കെ ടോബി ഒരു ദിവസമൊക്കെ മാറി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. ഇപ്പം തന്നെ അവരെ മുഖമൊക്കെ കണ്ടറിയാം. അച്ഛനാണ് ഭയങ്കര വിഷമം. അച്ഛന് ടോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും ജീവനാണ്. അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ സമയത്ത് 7:30 ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂട്ടി ഉണ്ട്. 10 മുന്നേ അങ്ങ് എത്താൻ പറ്റും തോന്നില്ല. കാര്യം ഇവൻ ഇടയ്ക്കിടെ നിർത്തി വെള്ളമൊക്കെ കൊടുക്കണമല്ലോ. ആൾ കുറച്ച് കഴിഞ്ഞ് അടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നുമല്ല, ഇതൊക്കെ മാനേജ് ചെയ്യാം. പക്ഷെ അവിടുത്തെ 3 പടകളും ഇവനും തമ്മിൽ അവരൊക്കെയും കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ നൈറു ഇവനും ഓൾറെഡി കണ്ടവരാണ്. പക്ഷെ നൈറു കുറച്ച് ജാടയിടും ഇവനെ കാണുമ്പോൾ. എന്താണെന്നറിയില്ല, ഭയങ്കര ജാടയാണ് നൈറുവിന്. ആക്ച്വലി നമ്മൾ ടോബീനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് 1 മാസത്തേക്ക് ഒരു ബോർഡിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു, പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ബേസിക് കമാൻഡ്സ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 15,000 രൂപ കൊടുത്തിട്ട് വിട്ടതാണ്. അവൻ ആകെ പഠിച്ചത് സിറ്റ്, സ്ലീപ്പ്, ഈ 2 സാധനം പഠിപ്പിക്കാനാണ് 15,000 രൂപ കൊടുത്ത് ഞാൻ അടുത്ത് വിട്ടേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ട്. പക്ഷെ ആ 1 മന്ത് അല്ലാതെ ടോബി പിന്നെ ഈ 5 വർഷത്തിനിടയിൽ വേറെ മാറി നിന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അപ്പം അച്ഛനൊക്കെ നാളെ തന്നെ വണ്ടിയിൽ വയനാടേക്ക് വരുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നോക്കാം. ടോബു 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 അടങ്ങിയിരുന്ന സെറ്റ് ടോബുഞ്ഞി. അപ്പൊ ആള് കാറ്റ് കിട്ടുന്ന നോക്കിയിട്ടിരിക്കുക. ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല. ഇങ്ങനെ കയറി അപ്പത്തെ സൈഡ് ഇരിക്കുക. അവന് ഒരു കണ്ണിൽ മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഒരു കറുപ്പ് മാർക്ക് വരിക. 2 കണ്ണിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ, ഏജ് ആകുന്നതിട്ടാണെന്ന് വിചാരിക്കാം. പക്ഷെ ഒരു കണ്ണിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് ചൊറിയുന്നത് ഇവന് സ്കിൻ അലർജി പണ്ടേ ചെറുപ്പത്തിലേ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിരിക്കും. അപ്പം മിക്കവാറും ഷാമ്പു മെഡിക്കേറ്റഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മാറ്റേണ്ടി വരും. അതാണ് 2ാമത്തെ പ്രശ്നം. 3ാമത്തെ പ്രശ്നം എന്തായിരുന്നു? ചെവി കൊടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെവി വൃത്തിയാക്കാൻ വിടില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് ചെവി വൃത്തിയാക്കി തരാൻ ഒട്ടക്കണക്കിന് ചളി ഉണ്ടാവും. അപ്പം അതായിരിക്കണം എപ്പോഴും ചെവി കൊടയുന്നത്. ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് ചെവി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുമെന്ന്. അപ്പം ചെവിയും കാണിക്കണം. പിന്നെ ഇവൻ എണീക്കുമ്പം ബാക്കിലെ 2 ലെഗിൽ നിന്ന് എപ്പോഴും ഒരു ടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് വെക്കും. അപ്പം ഹിപ്പൊന്ന് എക്സ്റേ എടുക്കണം. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ചെക്കപ്പ്, അതാണ് ഉദ്ദേശം. നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ ഈ കണ്ണിൻ്റെ പ്രശ്നം ഓൾറെഡി 3-4 തവണ കണ്ണൂർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് നോട്ടോൻ്റെ സർജറി ചെയ്ത ഹോസ്പിറ്റലിൽ, പൂക്കോട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ നോട്ടോനെ കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡോക്ടറെ അടുത്ത് കൺസേൺസ് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് നേരെ കൊണ്ടുവന്നാലേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. വെള്ളിയാഴ്ച ജോബ് ലീവ് എടുത്തിട്ട് വെള്ളിയാഴ്ച നേരെ പോകണം. 8 മണിയാകുമ്പോൾ അവിടെ എത്തണം. 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ട്. 9 മണിയാകുമ്പോഴേക്കേ അവിടെ തുറക്കത്തുള്ളൂ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം.
അപ്പം ടോബുവിനെ ഒന്ന് സൂസ് പോക്കാൻ വേണ്ടിയിട്ട് ഇറക്കുകയാണ്. വഴിയിലൊരു പിറ്റ് സ്റ്റോപ്പ്. ഇവനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായി നക്കുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് അവനെ അങ്ങനെ അഴിച്ചു വിടാൻ പറ്റില്ല. എല്ലാം നക്കും. എന്തോ ഡെഫിഷ്യൻസി ആണെന്ന് തോന്നുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പറയണം. എടാ അങ്ങോട്ടധികം കൊണ്ടുണ്ടോ? അപ്പിയിടണ്ടോ? അപ്പിയിടട്ടെ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിതു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ടോബിക്ക് വെള്ളയപ്പവും കടലക്കറിയും വാങ്ങിക്കും, എനിക്ക് പാർസൽ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല കഞ്ഞിട്ട് എനിക്ക് കഴിക്കണം എന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോസിബിൾ ആവുമെന്ന് അറിയില്ല. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞാണ്, വിശക്കുന്നുണ്ടാവും. വീട്ടിൽ നിന്ന് പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ട് കൊണ്ടുവന്നതാ. ശരി, ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ല. നീ പൊക്കോ, അടങ്ങൂലോ. യുദ്ധം. ഒരുവിധം വെള്ളയപ്പവും കടലക്കറിയും കൊടുത്തു. ആള് തിന്നു. വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി അവൻ സീറ്റൊക്കെ മാന്തി പൊളിക്കാൻ സാധ്യതയുണ്ട്, ആരെയും കാണാണ്ടെന്ന് കഴിഞ്ഞാൽ. സോ അവൻ കഴിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം വെള്ളം കൊടുക്കാൻ. ഫൈനലി വീടെത്തി. ഒപ്പ അപ്പിയിടും തോന്നല്ലോ. ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടോ. ഞാൻ നോക്കാൻ നക്കാണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്ന് മിങ്കിലേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. നൈറു പ്രശ്നമില്ല, നോട്ട് പ്രശ്നമില്ല. പക്ഷേ സൈക്കോ അങ്ങനെയല്ല. സൈക്കോ ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സൈക്കോനെ എന്ത് ചെയ്തു, ലീഷിൽ പിടിച്ചേക്കുക. സൈക്കോനെ അങ്ങനെ വിട്ടിട്ടില്ല. ടോബി ആണെങ്കിൽ നൈറുവിനെ മണപ്പിച്ച് നടക്കില്ലേ. ആ മണ്ണിൽ കളിപ്പിക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങോട്ട് വാ, അവന് കുഴപ്പമില്ലടി, അതിനെയും കൊണ്ടുവരെ. ആ വെടി പൊട്ടിച്ചിട്ട് അവക്ക് പേടിയാ. ടോബിക്കൊരു കുഴപ്പമുണ്ട്. അവൻ കഴുത്ത് എത്ര മുറുകിയാലും അവൻ മുന്നോട്ട് പോകുന്നത് നിർത്തില്ല. കഴുത്ത് കുടുങ്ങിയാലും അവനിങ്ങനെ ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും, പശുവൊക്കെ വലിച്ചോണ്ടണ പോലെ. അവൻ വലിക്കാൻ തുടങ്ങി. വലിക്കുമ്പോ കഴുത്ത് വിഷമാകുവോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. സൈക്കോയ്ക്ക് പേടിയാട്ടോ. അവന് പേടിയാ കണ്ടോ.
അവര് അങ്ങോട്ട് വന്നല്ലോ. ഓടിയോ ഓടിയോ. അതാണ് ഇവരെ പേടിപ്പിക്കുള്ളൂ. അത് ഈ പട്ടികളും പൂച്ചകളും മൃഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. വലിയൊരു പേടിപ്പിക്കും. ഇപ്പൊ വിചാരിച്ച പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് നൈറു ആയിരിക്കും വില്ലത്തിന്ന, പക്ഷെ ആക്ച്വലി വില്ലനായത് ടോബിയാണ്. ഞാനാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടി അവൻ എല്ലാവരെയും പേടിപ്പിച്ചോണ്ട് നിൽക്കുകയാണ്. നൈറു പാവം പേടിച്ചൊരു സൈഡ് ഇതാ നൈറു മുകളിൽ നിൽക്കുന്നു. അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇവൻ വന്നിട്ട് ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഒരേ കഥപ്പാണ്. ഇവരുടെ അടുത്ത് പിന്നെ സെറ്റായി. നേരത്തെ സൈക്കോ കുറച്ച് ചാട കാണിച്ചായിരുന്നു. ഇപ്പൊ സൈക്കോനെ അവൻ പേടിപ്പിച്ച് നിർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. നോട്ടുവിന് ഇഷ്ടമായ പോലെയാണ് കളി. നോട്ടു വാ വാ ആ എല്ലാവരും വാ. അയ്യോ ഓ എല്ലാവരും നടക്ക്. വാ 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 ഇല്ല വാ. ഓടി 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 ഓടി. അനുള്ളിൽ കയറിപ്പോയപ്പോൾ അവനിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഞായറേനെയും അവളെയും കണ്ടു കഴിഞ്ഞാലാണ് അവന് പോരാ. ഇപ്പോൾ കണ്ടോ ഒരു പ്രശ്നമില്ല. ഇവ ശരിയല്ല. ഞാൻ ഉണ്ടാക്കുന്നേ നോട്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. നൈറൂനെ മാത്രം ഉള്ളിൽ കയറ്റി ഇരുത്തിയേക്കുക. ബാക്കി അവന്മാരെ അവിടെ അയച്ചു വിട്ടിട്ടുണ്ട്. ടോബി അവിടെ വെക്കുന്നുണ്ട്. ടോബിയാണ് നൈറൂന്റെ മേത്ത് കയറില്ല. അപ്പം നമ്മള് ടോബിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അലമ്പായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അതാണ് അലമ്പ്. ബാക്കി സൈക്കോ നോട്ടായിട്ടൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ നൈറക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവൻ മണപ്പിച്ച് നടക്കുക, പേര് കളയാനായിട്ട് മണപ്പിച്ച് നടക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രി നൈറയുടെ വേറെ റൂമിലും നൈറ ഇന്നലെ ഞങ്ങളുടെ കൂടെ അല്ല കിടത്തിയത്. അപ്പോൾ ഇവൻ്റെ അകത്ത് റൂമിൽ ഉറങ്ങിയിട്ടേ ഇല്ല. നൈറയെ നോക്കി 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 പറഞ്ഞിട്ട് ഓരോ ഒച്ചപ്പെടാം. അപ്പം ഞാൻ വിചാരിക്കുക ഇന്ന് നേരത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് കണ്ണൂർ കൊണ്ടുപോയാലോ എന്ന് എനിക്ക് പ്ലാനുണ്ട്. കാര്യം ഇവൻ രാത്രി ഉറങ്ങാണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളവർ ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങിങ്ങനെ കുറേ ദിവസം കളയണ്ടേ. നോക്കട്ടെ, ഡോക്ടറിട്ട് പോയിട്ട് ബാക്കി. നമ്മളെ സ്ഥലമെത്തി, ചുരത്തിൻ്റെ അടുത്ത് വരെ എത്തണം. ഇവിടെയാണ് നമ്മുടെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ എന്നൂര്. ഈ
ഭാഗത്താണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പോകുമ്പം ഇവിടെ ഒരു പോലീസുകാരനുണ്ട്. പോലീസുകാരൻ എന്തിനാണ് പർപ്പസ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളെ ഉള്ളിൽ കയറ്റത്തുള്ളൂ. ഇത് പെട്ടെന്ന് അങ്ങനെ എത്തില്ല, കുറച്ച് ഉള്ളോട്ടേക്ക് കയറി പോകണം. പിന്നെ ഈ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഹോസ്റ്റൽസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെയാണ് ചെക്ക് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പം നമ്മളുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ, പിന്നെ വണ്ടി നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് പോലീസിന് നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അവർ വഴി പറഞ്ഞു തരും. അപ്പം നമ്മളിതാ ഏകദേശം എത്തിപ്പോയി. ഇവിടെയാണ് സ്ഥലം. അപ്പോൾ അവൻ എവിടെ പോയാലും അപ്പി പതിവായത് കൊണ്ട് അവൻ്റെ അപ്പിയിടൽ കഴിഞ്ഞിട്ടുള്ളിൽ കയറ്റാന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അകത്തൊക്കെ അവൻ നാറ്റിക്കും. അവൻ വിട്ടോ? സൗണ്ട് കേട്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. നമ്മൾ ഡോക്ടറെ കാണിച്ചു, അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോട്ടിയുടെ സർജറിക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ണൂരിൽ നിന്നാണ് വരേണ്ടത്, അപ്പോൾ ഇതാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മാത്രം വെള്ളം വരുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്ന്. ഫോട്ടോസാണ് ആ ഡോക്ടറെ കാണിച്ചത്. അതൊരു സീനിയർ ഡോക്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂക്കിന് ചിലപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ടാകാം അങ്ങനെ പറ്റുന്നത്, എന്തായാലും നിങ്ങൾ സർജറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാന്ന്. അപ്പം ഇപ്പോൾ അവർ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ണിൽ നിന്ന് വരുന്നു. ഞാൻ കണ്ണൂര് കാണിച്ചപ്പോൾ അത് കാര്യമായിട്ടൊന്നും കണ്ണിന് കാണുന്നില്ല എന്നുള്ളൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെയുള്ള സ്റ്റുഡൻസും ആ സീനിയർ ഡോക്ടേഴ്സും ഒക്കെ അവർ നോക്കിയിട്ട് പറഞ്ഞു ആ കണ്ണിനൊരു പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ അവരത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂറസൻ കളറിലുള്ള എന്തോ ഒരു ലിക്വിഡ് 2 കണ്ണിലും, ഈ കണ്ണിൽ മരുന്നൊറ്റിക്കുന്നതൊക്കെ സാഹസമായിരുന്നു കേട്ടോ. അവിടെയുള്ള ഡോക്ടേഴ്സിനൊന്നും കടി കിട്ടാഞ്ഞത് അത്രയും ഭാഗ്യമാണ്. 2 കണ്ണിന് ഉറ്റിച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ കണ്ണിന് ഉറ്റിച്ചിട്ട് ആ സാധനം മൂക്കിൽ കൂടെ പുറത്തേക്ക് ആ കളർ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഇല്ല എന്നാണ് അർത്ഥം. അപ്പം ഇവന്റെ പ്രശ്നമുള്ള കണ്ണിൽ കൂടെ സംഭവം വന്നില്ല, മറ്റേ കണ്ണിൽ കൂടെ വന്നു. അപ്പം അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അനസ്തേഷ്യ കൊടുത്തിട്ട് മൂക്കിൽ ഒരു കുഴലിട്ടിട്ട് അത് ഒരു വെള്ളമടിച്ച് കളയുന്നത് പോലെ ആ ബ്ലോക്ക് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവരെ കൊണ്ടുവരുമ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. സോ നാളെ രാവിലെ 9 മണിക്ക് വന്നിട്ട് ആ പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൺസേൺ അങ്ങനെ ക്ലിയർ ആയി, കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ചെവി കുടയുന്നു, ചെവി ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചെവിയിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട്. അത് ചെവി എപ്പോഴും പ്രോപ്പറായി ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ കൂടുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈസ്റ്റ് ഇൻഫെക്ഷൻ ചെവിയിൽ മാത്രമല്ല ഇവൻ്റെ ബോഡിയിൽ, ഞാൻ കാലിൻ്റെ ഇടുക്കിലും കൈയുടെ ഇടുക്കിലൊക്കെ ആയിട്ട് ഉള്ള കറുപ്പ് കളറ് വലുതാവുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്, അഴുക്കാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അല്ല, അതൊക്കെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതിന് ഒരു ലോഷൻ തന്നിട്ടുണ്ട്. ആ ലോഷൻ നമ്മൾ തേച്ചിട്ട് 10 മിനിറ്റ് നക്കിയാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു 10 മിനിറ്റ് എങ്കിലും ബോഡിയിൽ അത് കോണ്ടാക്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ നാളെ അനസ്തേഷ്യക്ക് പോകുമ്പോൾ ചെവിയിൽ നിന്നുള്ള അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ക്ലീൻ ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറിൻ്റെ സിവിയറിറ്റി നോക്കിയിട്ട് വേറൊരു ടാബ്ലറ്റ് കൂടെ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഹിപ്പിന് ചെറിയ വേദന ഉള്ളതുപോലെ ഹിപ്പ് മൂവ്മെന്റ് ഒക്കെ ഡോക്ടർ ഇങ്ങനെ പിടിച്ചു തിരിച്ചൊക്കെ നോക്കിയപ്പോൾ ഹിപ്പിന് ചെറിയതായിട്ടൊരു വേദന ഉള്ളതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നാളെ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് ആകുമ്പോൾ ആള് പ്രശ്നമാക്കില്ലല്ലോ. അങ്ങനെ പറയാൻ കാര്യം അത്രയും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവന്. അതുകൊണ്ട് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് നാളെ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ നാളെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. നാളെ 9 മണിക്ക് ഇതൊക്കെ ചെയ്തിട്ട്
ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് പറയേണ്ട ഒരു കാര്യം, ഞാൻ കണ്ണൂർ പോകുമ്പോൾ ടോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ ഒറ്റക്ക് പൊന്തിച്ച് ആ ഒരു ടേബിളിൽ കിടത്താൻ പറ്റാറില്ല, എനിക്കും പറ്റാറില്ല, അച്ഛനും പറ്റാറില്ല. അപ്പൊ കണ്ണൂർ പോകുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറില്ല. ഒന്നുകിൽ അനിയൻ വരും, അവനെടുത്ത് പൊന്തിക്കും, അല്ലെങ്കിൽ ഇവൻ വരും, ഇവനെടുത്ത് പൊന്തിക്കും, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഈ ഡോക്ടറും സ്റ്റുഡൻസും ഒരു സർക്കിൾ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നടക്കുന്നത്. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവരും കൂടെ വന്ന് എല്ലാവരും, ഞങ്ങളൊരു 5-6 പേരൊക്കെ കൂടി അവൻ്റെ കൈയും കാലും വായും തലയും ഒക്കെ പൊത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് കണ്ണിൽ മരുന്നിട്ടൊക്കെ ചെയ്തത്. അവരങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അക്കാര്യത്തിലൊക്കെ ഇവിടെ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ഹസ്കി വന്നിട്ടുണ്ടായിരുന്നു, 2 ഹസ്കി, പിന്നെ ലാസാപ്സോ, പിന്നെ 2 അരയന്നം പോലെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ഓഫ് ബ്രീഡ്സിനെ, വെറൈറ്റി ഓഫ് ടൈപ്സിനെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഡോക്ടർ ഇവൻ്റെ ചെവിയിൽ നിന്നും കാലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു സാമ്പിൾ ഇങ്ങനെ സ്മിയർ എടുത്തിട്ട് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പറഞ്ഞത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ബോഡിയിലുണ്ട്, ചെവിയിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ബാക്കി നാളെ. അപ്പോൾ ഇന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ അഴിച്ചു വിടുന്നില്ല. കാര്യം കളിച്ച് കഴിഞ്ഞ് ടയേർഡായ നല്ലോണം വിശക്കില്ലേ, ഇന്ന് ഫുൾ ആള് അങ്ങനെ കാര്യമായി ഫുഡൊന്നും ഇല്ലാണ്ടിരിക്കുന്നില്ലേ. സോ അഴിച്ചു വിട്ടില്ല. കണ്ണൂരേക്ക് അവരടുത്ത് യാത്ര കാറിലേക്ക് ഉള്ള ചാട്ടാണ്. അപ്പൊ നമ്മള് ടോബിനെയും കൊണ്ട് സർജറി അല്ല, പിന്നെ എന്താ ചെറിയൊരു പ്രൊസീജിയർ, ആ മൂക്ക് ക്ലിയർ ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. ഇന്നലെ രാത്രി നൈറൂനെ നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിലും ടോബിനെ ഞങ്ങളുടെ റൂമിലാണ് ആക്കിയത്. അപ്പം നൈറു സങ്കടം കൊണ്ട് ഒരു പൊടി അവർ ഉറക്കിയില്ല. 2 മണിയായപ്പോൾ അവൾ ഇറങ്ങി വന്ന് ഒരേ കൊരക്കാൻ തുടങ്ങി. അങ്ങനെ നൈറൂൻ ടോബി ഒരു റൂമിൽ നൈറൂനെ കിടത്തി ഇറക്കി. ടോബി നേരത്തെ കിടന്നുറങ്ങി. ഇപ്പോൾ നൈറു അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ആക്ച്വലി അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോബി 32-34 കിലോയേ ഉള്ളൂ. അപ്പം ഇവിടെ വന്ന് അവരെ കൂടെ കളിക്കുകയാണെങ്കിൽ അവൻ്റെ വെയിറ്റ് വേഗം കുറയാൻ സാധ്യതയുണ്ട്. നല്ലോണം കളിക്കുന്നുണ്ട്, ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട്, പക്ഷെ നല്ലോണം ബോഡി ആക്റ്റീവായി പോകുന്നുണ്ട്. അപ്പം തടി കുറയും. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞല്ലോ, ഫസ്റ്റ് പോലീസിൻ്റെ അടുത്ത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കണമെന്ന്. അത് കഴിഞ്ഞ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഒരു രജിസ്ട്രേഷന് ഫീ ഉണ്ടോ? ഇതുപോലെ ഒരു യെല്ലോ കാർഡ് തരും, 50 രൂപയാണ് ഇതിന്. അപ്പോൾ ഇതൊരു 7 days എങ്ങനെ എടുക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലി മെഡിസിൻ്റെ അവിടെയുള്ള ഡോക്ടേഴ്സാണ് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നോട്ടയുടെ കാര്യത്തിന് വേണ്ടി ഡോക്ടറെ അടുത്ത് ചോദിച്ച് സർജറിയിലേക്ക് നേരെ കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി സെക്ഷനിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്നുള്ള ഞാൻ പറഞ്ഞ പോലെ കണ്ണിൽ ആ ഒരു സാധനമൊക്കെ ഒറ്റിച്ച് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ, അതായത് ഫസ്റ്റ് സെക്ഷനിലേക്ക് വീണ്ടും വന്നു, ഈ ബോഡിയിലെ ചൊറിച്ചിലിൻ്റെ റീസൺ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു നോർമൽ പ്രൊസീജിയർ. ഈ മെഡിസിൻ്റെ സൈഡ് പൊതുവെ തിരക്ക് കൂടുതലായിരിക്കും. ഫസ്റ്റ് പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ ആയതുകൊണ്ട് അവിടെ പൊതുവെ തിരക്ക് കൂടുതലാണ്. സർജറി പിന്നെ റെഫർ ചെയ്ത് പോകുന്നതാണല്ലോ, അവിടെ അങ്ങനെ തിരക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞ് ടോബിനെ പുറത്തിറക്കി. അതിൻ്റെ ഹാങ് ഓവറിലാണ്, അനസ്തേഷ്യയുടെ ഹാങ് ഓവറിന് കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ല. നോട്ടും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം സർജറി കഴിഞ്ഞു. ആള് പകുതി മയക്കത്തിലാണ്. എണീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, വീഴുന്നുണ്ട്, എണീക്കുന്നു. ബുദ്ധിമുട്ടാണ്. സർജറി അല്ല, അത് അവർ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ആക്ച്വലി അതൊരു ചെറിയൊരു പ്രൊസീജിയറാണ്, ഒരു കുഴലിട്ടിട്ട് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ഹിപ്പ് ടെസ്റ്റ് ചെയ്തതിന് ആർത്രൈറ്റിസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ അത് മെഡിക്കേഷൻ ഉപയോഗിച്ച് പെയിൻ കൺട്രോൾ ചെയ്യാമെങ്കിലും ഫിസിക്കൽ എക്സസൈസ് വേണം. ലൈക്ക് സ്വിമ്മിങ് പോലെ എന്തെങ്കിലുമൊക്കെ വേണം. ഇവൻ ഇങ്ങനെ കുളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ സൈഡ് കരയിൽ പിടിച്ച് നിൽക്കുള്ളൂ, അവൻ നീന്തില്ല. അപ്പം പിന്നെ ടൈലിലാണല്ലോ ഫുൾ ടൈം ഉള്ളത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അനസ്തേഷ്യയുടെ ഒരൊറ്റ എഫക്റ്റ് കൊണ്ടാണ് ഇത്ര വൃത്തിയിൽ ഇവന് എക്സ്റേ ഒക്കെ എടുക്കാൻ പറ്റിയത്. പക്ഷെ എന്നാലും കാണാൻ എന്തോ പോലെയാണ്.